എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1641 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ഒരു ചർച്ചയാണ്, അതായത് അനുഭവങ്ങൾ പങ്കുവെക്കാം എന്ന വിഷയമാണ് ഇന്നുള്ളത്. IFPH വഴി നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളും ഹോമിയോപ്പതി അനുഭവങ്ങളും പങ്കുവെക്കാം. ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. ആമുഖമായി സംസാരിക്കുന്നതിന് ധനേഷ് ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമ്മൾ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന ഈ സംഘടന തുടങ്ങിയ കാലം മുതൽ ഹോമിയോപ്പതി പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ അറിവ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുവഴി അവരുടെ പ്രാക്ടീസ് എങ്ങനെ ഉയർത്താം എന്ന ഒരു ചിന്തയോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഫോറം തുടങ്ങിയതും. ഈ ഒരു ഫോറത്തിലൂടെ നമ്മൾ ഇതിനോടകം തന്നെ ഏകദേശം 3000-ലധികം സെഷനുകൾ നടന്നു കഴിഞ്ഞു. ഹിന്ദി കൂടെ കൂട്ടുവാണെങ്കിൽ ഏകദേശം 4000-നടുത്ത് സെഷനുകൾ ആയിക്കഴിഞ്ഞു നമ്മൾ. അപ്പോൾ ഇതിലൂടെ ഒത്തിരി അറിവുകൾ പങ്കുവെച്ചിട്ടുണ്ട് പലരും, ഡോക്ടർമാരായിട്ടും ഹോമിയോപ്പതി സ്നേഹികളായിട്ടും നമ്മുടെ വെൽ വിഷേഴ്സായിട്ടും ഒക്കെ. അപ്പോൾ ഈ കിട്ടിയ അറിവുകൾ എങ്ങനെ നമ്മൾ ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കാം, അതിൽ എത്ര പേരത് ഉപയോഗിക്കുന്നുണ്ട്, എത്ര പേർക്ക് അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ നമുക്കിവിടെ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ, ഇവിടുന്ന് കിട്ടിയ അറിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സക്സസ് ആയ കേസുകളുണ്ടെങ്കിൽ അതിവിടെ പറയാം. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. കാരണം നമ്മുടെ ഈ വേദി കൂടുതൽ ശക്തമാകാനും കൂടുതൽ ആൾക്കാരിലേക്ക് താല്പര്യം സൃഷ്ടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണിത്. അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോ കേസ് പഠിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പം ഓരോ വിഷയങ്ങൾ നമ്മളാരും കേട്ടിട്ടില്ലാത്ത വിഷയം, ഇപ്പം ഇന്ന് തന്നെയാണെങ്കിലും അവതരിപ്പിച്ച ഇംഗ്ലീഷിലെ ഒരു സെഷൻ വളരെ വ്യത്യസ്തമായിരുന്നു. പക്ഷെ നമ്മുടെ ഡോക്ടർമാർ എന്തുകൊണ്ടോ സമയക്കുറവുണ്ടോ അതല്ലെങ്കിൽ ക്ലിനിക്കിലെ തിരക്കുണ്ടോ ഒക്കെ വൈകിയായിരിക്കാം ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് സെഷന് അത്രയും വലിയൊരു പാർട്ടിസിപ്പേഷൻ വരുന്നില്ല. പക്ഷേ ഹിന്ദി സെഷനിൽ ഇപ്പം നമുക്ക് പാർട്ടിസിപ്പേഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അവിടെ വരുന്നവരെല്ലാം അതിപ്രഗത്ഭന്മാരാണ്. ചെറുപ്പക്കാർ വരെ ആണെങ്കിൽ അവർ വന്ന് അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഓരോ കേസുകൾ പറയുമ്പോൾ നമ്മൾ അതിശയത്തോടുകൂടി നോക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ ഒത്തിരി പേര് കഴിവുള്ളവരുണ്ട്, പക്ഷേ സംസാരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം ഡോക്ടർമാരാണ്. ഞാനൊന്നും മനോജ് ഡോക്ടറൊന്നോ അല്ലെ മറിയാമ്മ ഡോക്ടറോ, എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. എല്ലാവരുടെയും വിചാരം ഞാൻ സംസാരിക്കുന്നത് തെറ്റിപ്പോയാലോ, തെറ്റുകൾ പറഞ്ഞാലാണ് ശരിയാവുന്നത്. ഞാൻ തന്നെയാണെങ്കിലും പലപ്പോഴും ബബ്ബ അടിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ശ്രമം എന്ന് പറഞ്ഞൊരു താല്പര്യത്തോടെ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹോമിയോപ്പതി അനുഭവങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദി സെഷനിൽ ഞാൻ ഇംഗ്ലീഷിന് വേണ്ടി മോഡറേറ്ററായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഏതായാലും ഇതൊന്ന് കേട്ടിട്ട് കളയാം. ഒരു വളരെ ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഒരു കേസ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹം ഒരു കേസ് എടുത്ത്, നടുവേദനയാണ് വിഷയം. അദ്ദേഹം എങ്ങനെ കേസ് എടുത്ത് റെപ്പർട്ടർ ചെയ്തിട്ടും വരുന്ന മെഡിസിൻ റസ്റ്റോക്സ് ആണ്. അപ്പോൾ ആദ്യം 30 കൊടുത്ത്, പിന്നെ അത് കഴിഞ്ഞ് 200 കൊടുത്ത്, 1 കൊടുത്ത്, 10 കൊടുത്ത്, ഇതെല്ലാം കൊടുത്തിട്ട് രോഗിക്ക് കുറയുന്നതല്ലാതെ ഈ ഒരു കാര്യമായൊരു മാറുന്നെന്ന് പറയാവുന്ന രീതിയിൽ ഒരു ലക്ഷണവും കാണുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹം ഈ കേസ് അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. പക്ഷേ ഇത് നല്ല തണുപ്പ്, റസ്റ്റോക്സിന്റെ എല്ലാ സിംറ്റംസും ഉണ്ട്. അപ്പം നമുക്കറിയാലോ, ഒരു ഡോക്ടർ, ഒരു ജൂനിയർ ഡോക്ടർ എപ്പോഴും റസ്റ്റോക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സിംറ്റംസും ഉള്ളത് കൊണ്ട് ഇത് റസ്റ്റോക്സ് തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പോഴാണ് ഈ അച്ഛനോട് ഇത് പറയുമ്പോൾ ഇങ്ങനെ തണുത്ത ഐസ് മുതുകത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിന് നല്ല ആശ്വാസമുണ്ട്, വേഗം ഇത് കുറയുന്നുണ്ട്. അങ്ങനെ ഇത് അതുകൊണ്ട് ഈ കാലി അയഡേറ്റം കൊടുക്കാൻ പറഞ്ഞു. കാലി അയഡേറ്റം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ പറയാണ്,
ഡോക്ടറെ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഇത് പെട്ടെന്ന് മാറി കേട്ടോ ഡോക്ടറെ, ഇപ്പൊ ഇത്തവണത്തെ മരുന്ന് കഴിച്ചപ്പോൾ പെട്ടെന്ന് മാറിയിട്ടുണ്ട്. അപ്പം ആ രോഗി ഇപ്പോഴും കൺസൾട്ടേഷൻ വരുന്നുണ്ട്, പക്ഷെ അയാൾക്ക് ഇപ്പം ഈ പ്രശ്നങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് എക്സ്പീരിയൻസിന്റെ ഏറ്റവും വലിയ പ്രസക്തി. അപ്പൊ നമ്മള് ഈ റെപ്പർട്ടറി ചെയ്തതുകൊണ്ട് മാത്രം ആ ഒരു കേസ് അതാണെങ്കിൽ പോലും നമുക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമ്മളെ പരമാവധി ശ്രമിച്ചിട്ട് പോലും ആ റിസൾട്ടിലോട്ട് വരാതെ വരികയാണ്. അപ്പൊ ഈ ഒരു കേസ് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു അറിവ് ഒരു അദ്ദേഹത്തിന്റെ അച്ഛൻ കൊടുത്ത ഒരു അറിവാണത്. അദ്ദേഹം ഡോക്ടർ തന്നെയാണ്. അപ്പം ഈ ഒരു അറിവ് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് കിട്ടുകയും അദ്ദേഹം അത് ഇനിയിപ്പോ ഇത് വേറെ ആരെങ്കിലും കേട്ടിട്ട് അവരിത് പ്രയോഗിച്ച് അവര് കേമനായാലോ എന്ന് കരുതി പറയാതിരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന്റെ അനുഭവം തുറന്നങ്ങ് പറയുകയാണ്. ആർക്ക് വേണമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാം. ആ രീതിയിലാണ്. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളുടെ ഒരു ചെറിയ അനുഭവമാണെങ്കിലും ചിലപ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു കേസിൽ അത്ഭുതകരമായിട്ട് ബെൽഡോണ കൊടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കേസായിരിക്കും. അവിടെ ബെൽഡോണ കൊടുത്തിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസിൽ റയറായിട്ട് അത് കൊടുത്തിട്ട് ഒരു റിസൾട്ട് കിട്ടിയെങ്കിൽ ആ കേസ് നമ്മൾ പറയണം. അത് 10 പേര് അറിയണം. 10 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഡോക്ടർമാർ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഈ അറിവുകൾ പങ്കുവെക്കപ്പെടേണ്ടതാണെന്നും അത് തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണെന്നും പറയുന്നത്. ഇപ്പോൾ ഹോമിയോപ്പതി ഇപ്പം നമ്മുടെ പല കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു ഡോക്ടർ ഇവിടെ വന്നപ്പോൾ പറയുണ്ടായി, ഗവൺമെന്റ് സർവീസിലുള്ളതാണ്. അദ്ദേഹം പല പ്രിസ്ക്രിപ്ഷൻസും കണ്ട് ഞെട്ടിയിട്ടുണ്ട്. കാരണം പല പേഷ്യൻസിനും അത്ഭുതകരമായിട്ട് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന പല ഡോക്ടർമാരും ചില സിംഗിൾ ഡോസൊക്കെ കൊടുത്തിട്ട് അത് മാറി. പക്ഷെ അത് എന്തുകൊണ്ട് മാറിയെന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ ഈ ഡോക്ടർക്ക് പറ്റുന്നുമില്ല. കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ എഴുതിയിട്ടില്ല. കാരണം നമുക്കറിയാലോ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നല്ല തിരക്കായിരിക്കും, നല്ല പേഷ്യൻസും ആയിരിക്കും. പക്ഷെ ഈ ഡോക്ടർ എന്ന് പറയുന്ന ആള് അതിലും എഫിഷ്യന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിലോ അല്ലെ ഒറ്റ കാഴ്ചയിലോ തന്നെ ഇത് ഏതാണ് രോഗി, ഇയാൾക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേഗത്തിൽ ഒരു ആർട്ടിസ്റ്റിക് പ്രിസ്ക്രിപ്ഷനാണ് ഭൂരിഭാഗം ഹോമിയോപ്പതി ഡോക്ടർമാരും ഗവൺമെന്റ് സർവീസ് ചെയ്യുന്നത്. പിന്നെ ക്ലാസിക്കലായിട്ട് നമ്മൾ ശരിക്കും ചെയ്യുന്നത് അവിടെ ജൂനിയർ ഹോസ്പിറ്റലിലാകുമ്പോഴത്തേക്ക് ജൂനിയേഴ്സും ഹൗസ് സർജൻസും ഒക്കെ ഉള്ളപ്പോൾ ആ രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. കാരണം അതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അത്രയ്ക്ക് തിരക്കുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇവർക്ക് രോഗികളെ ചികിത്സിക്കുന്നതിലുപരി ഒഫീഷ്യൽ വർക്കുകൾ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇത് സർക്കാർ അറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ എണ്ണം ചോദിച്ചിട്ടായിരിക്കും പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും പേരല്ലേ ഉള്ളൂ, ഇത്രയും പേരുടെ ആവശ്യമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ഓരോ ക്ലിനിക്കിലും ഒരു പേഷ്യന്റ് വരുമ്പോൾ അവനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് നമുക്ക് എത്രയോ സമയം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും നമ്മൾ ഈ ഹോമിയോപ്പതി ഡോക്ടർമാരെല്ലാം കൗൺസിലേഴ്സ് ആയിട്ട് കാണുന്നത്. പല ആൾക്കാരും നമ്മളെ വിളിക്കാറുണ്ട്, ഡോക്ടറെ എൻ്റെ ഒരു പേഷ്യന്റ് ഉണ്ട്, ഞാനൊന്ന് കൊണ്ടുവരട്ടെ, എന്താ ഡോക്ടർ ഒന്ന് കൗൺസിൽ ചെയ്താൽ മതി, അയാളുടെ രോഗം മാറും. യഥാർത്ഥത്തിൽ നമ്മൾ കൗൺസിൽ ചെയ്യുകയല്ല ചെയ്യുന്നത്. രോഗിയുടെ വിവരങ്ങളെല്ലാം തിരക്കിയിട്ട് അയാളുടെ മൈൻഡ് അനുസരിച്ചുള്ള ഒരു മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ആ മെഡിസിനാണ് ശരിക്കും അത് മാറ്റുന്നത്. പക്ഷെ അവർ വിചാരിക്കുന്നത് ഡോക്ടർ സംസാരിച്ചത് കൊണ്ടാണെന്നാണ്. ഒരിക്കലും നമ്മുടെ സംസാരം കൊണ്ട് മാത്രമായിട്ട് അങ്ങനെ ഒരു അസുഖം മാറില്ല. അത് തൽക്കാലത്തേക്കൊരു സന്തോഷം ഉണ്ടാവുമെങ്കിലും ഒരു രോഗം മാറണമെങ്കിൽ അതിന് ചില സമയത്ത് നമ്മളൊരു അടി കറക്റ്റായിട്ട് കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ അടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മെഡിസിന്റെ ഒരു പാർട്ടാണ്. ആ മെഡിസിൻ ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ അനുഭവങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ആവശ്യമുള്ളപ്പോൾ ഇടപെടാം, സംസാരിക്കാം. മനോജ് ഡോക്ടറെ ഒന്ന് വിളിക്കാം. മനോജ് ഡോക്ടറിനെ തുടങ്ങാം. നന്ദി ഡോക്ടറെ. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇതിന്റെ ഒരു ആഴം മനസ്സിലായി. അടുത്തിടയ്ക്ക് IHK തിരുവനന്തപുരത്ത് സെമിനാർ നടത്തിയിരുന്നു. അപ്പം ഒരുപാട് സീനിയർ ആൾക്കാർ പലരും വന്ന് ഞങ്ങൾ യൂട്യൂബിൽ കാണാറുണ്ട്, ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായി. ഇടയ്ക്ക് ഡോക്ടർ രാജൻ ഡോക്ടർ പറയുന്നുണ്ടായി ജീവിത ശൈലി തന്നെ മാറി എന്നുള്ളത്. ഇത് കാണാനും കൂടുതൽ അറിയാനും. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഏതാണ്ട് 999 ദിവസം IAS ഞാൻ പറയാൻ പറ്റില്ല, അതിന് 1000 ദിവസം കയറി കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങാറില്ല. ഇപ്പൊ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എല്ലാം കാണുന്നുണ്ട്. മാത്രമല്ല ഈ പിന്നെ റപ്പർട്ടി വാങ്ങിക്കുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, ബാച്ചുലർ റെമഡി വരുന്ന ഒരു ഭാഗം തന്നെ. അപ്പം അദ്ദേഹം പറയാൻ വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഭയങ്കര വ്യത്യാസം തോന്നി. അങ്ങനെ പ്രാക്ടീസ് ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്.
ഇത് IFPH അത് ഈ പറഞ്ഞ പോലെ ആരും നമ്മൾ മെമ്പർഷിപ്പ് ഫീസ് പോലും വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഓപ്പൺ ആയിട്ടുമാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇന്ന മരുന്ന് കൊടുക്കും ഇന്ന കൊടുക്കും എന്നുള്ളതാണ്. പിന്നെ സനേഷ് ഡോക്ടർ പറഞ്ഞിട്ട് സങ്കോചമൊന്നുമില്ല ഏത് കേസും. ഇപ്പൊ തന്നെ ഈ പ്രകാശ് ഡോക്ടർ കേസ് പറഞ്ഞ ഒരു പേഷ്യന്റ് റെക്ടൽ ഇങ്ങനെ എന്തോന്ന് ഡെവലപ്പ് ചെയ്യാത്ത ഒരു കേസാണ്, വാക്യം മറന്നുപോയി. അപ്പം അതിന് കനാബിസ് സറ്റൈവേ ഇന്ത്യക്ക് ഏതൊരു മെഡിസിൻ കൊടുത്തിട്ട് കുറഞ്ഞു എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ഡിസ്പെൻസറി ഒരു പേഷ്യന്റ് വന്നു, കുട്ടിയുടെ വയറ്റിൽ നിന്ന് മലം പോകുന്നില്ല. അപ്പൊ അവരൊന്ന് ചുരുങ്ങിയിരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്തായാലും ഈ മെഡിസിൻ കൊടുത്ത് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റം ഉണ്ടായത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെയിൻ കുറെ ഡ്രൈ ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ കേൾക്കണം എന്ന് പറഞ്ഞത്. ഒരു 25-30 വയസ്സിൽ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായ മാറ്റം വളരെ വലുതായിരുന്നു. ഇപ്പം പക്ഷെ ധനേ ഡോക്ടർ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഡോക്ടർ ഇതിന്റെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, കുട്ടിയെ നോക്കുന്നു, അതിന്റെ ഡോക്ടർ ശ്രദ്ധിക്കുന്നുള്ളതാണ്. ഡോക്ടർ അഭിപ്രായം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത്ഭുതകരമായ ഒരു മനുഷ്യനാണ്. കാരണം ഡോക്ടർ ശ്രദ്ധയിരുത് വരുന്നതാണ്. മറിയാമ്മ ഡോക്ടർ നല്ലൊരു ഉദാഹരണമാണ്. ഡോക്ടർ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പൊ ഇത് ഓരോരുത്തരും തുറന്ന് പറയുക എന്നുള്ള വളരെ പ്രശ്നമാണ്, ഇതാണ്. അതല്ല, ഇത് കേൾക്കുമ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാവും. ഇപ്പൊ കഴിഞ്ഞ ഒരു ബാഡിയായെ കുറിച്ച് പറയുന്നുണ്ടായി, ഫൈബ്രോമയാൾജിയ. ഞാൻ ബാപ്റ്റീഷി 6 ഒരുപാട് മെഡിസിനെ തൂര കൊടുത്തിട്ടുണ്ട്. കാരണം എന്റെ തൂരയാണ് പറയുന്നത് മെറ്റീരിയൽ മെഡിക്കല്. പക്ഷെ അതിലൊന്നും കിട്ടാത്ത റിസൾട്ടാണ് ബാഡിയായിൽ കിട്ടിയത്. ഈ ആയിരക്കണക്കിന് ഇൻഫർമേഷൻസിൽ ഒരു വാക്ക് എവിടെയോ ഓർമ്മയുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടാണ്. അപ്പൊ അത് വളരെ പ്രയോജനം ചെയ്തു. ഹരിഹരൻ സാറിനെ വിളിക്കാം. ഹരിഹരൻ സാറേ, ധാരാളം തീർച്ചയായിട്ടും പറയാൻ പറയുന്ന ഒരാളാണ്. ഒരു മിന്നായം പോലെ വന്നല്ലോ ഇവിടെ. നമുക്ക് ഓരോരുത്തരെ വിളിക്കുക അങ്ങനെ, അല്ലെങ്കിൽ ആരും ഇപ്പൊ നമുക്ക് റെസ്പോണ്ട് ചെയ്യില്ല. ഹരിഹരൻ സാർ പോയോ? അല്ലെങ്കിൽ ഷബീർ ഡോക്ടറിലേക്ക് പോ. ഷബീർ ഡോക്ടർ എല്ലാ കാര്യവും ശ്രദ്ധിക്കുകയും വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ഷബീർ ഡോക്ടറെ, നമ്മുടെ ഡോക്ടറെ സംസാരിക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. അല്ല, ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ഈ ക്ലാസ് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാല് ദിവസങ്ങളോളം ബുക്ക് വായിക്കാൻ കിട്ടുന്നതാണ് 1 മണിക്കൂർ കൊണ്ട് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? ഇതിൽ വരുന്ന ഡോക്ടേഴ്സ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അവരുടെ പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് എന്താണെങ്കിലും ഒരു വലിയ കാര്യമാണ് IFPH ചെയ്യുന്നത്. അപ്പൊ അതില് ആൾക്കാർ വരാത്ത എന്താന്ന് ചോദിച്ചാൽ അത് അവരവരുടെ മനസ്സിന്റെ ഇതുപോലെ ഇരിക്കും. യഥാർത്ഥത്തിൽ ഇത് വയസ്സായവരാണ് ഇതിൽ കൂടുതലിരുന്ന് കേൾക്കുന്നത്, ചെറുപ്പക്കാരാണ് യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത്. അത് പറഞ്ഞിട്ട് പലയിടത്തും പറയുമ്പം അവർക്ക് എന്തോ ഒരു തടസ്സമുള്ളത് പോലെയാണ് പലരുടെയും റിപ്ലൈകൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും കൂടെ ആലോചിക്കണം. കാരണം ഇതിപ്പോ നമ്മുടെയൊക്കെ കാലം കഴിയാറായി, ഇനി പുതുതലമുറയാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. അപ്പൊ അതിന് നല്ലൊരു ക്യാമ്പയിൻ നമ്മുടെ IFPHന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടി വരും. എന്താണെങ്കിലും ഇതിൽ നിന്ന് എല്ലാവർക്കും എല്ലാ ഡോക്ടർമാർക്കും ഇതിൽ ഏത് ഇതിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ള ഡോക്ടേഴ്സിന് ഇതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇനി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും പല പല ഗുണങ്ങളും ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും പെയ്ഡ് ഇതല്ല നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ IFPHന്റെ പ്രത്യേകതകൾ തന്നെയാണ്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പുതുതായിട്ട് വരുന്ന ഡോക്ടേഴ്സ്, അതായത് അതായത് ഇപ്പൊ പാസ് ഔട്ട് ആയിട്ടുള്ളതും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം ഉണ്ടാവണം. നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലരും നിർബന്ധിച്ച് പറഞ്ഞു 1-2 ദിവസമൊക്കെ കയറിയെന്ന് പറഞ്ഞവര് പിന്നെ അവരെയൊന്നും കാണാനില്ല. അതെന്താണ് അതിന്റെ കാരണം എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും കൂടെ ഒന്ന് ആലോചിക്കണം. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അല്ലാതെ പിന്നെ ഈ എന്തോ പറയാൻ, നമ്മുടെ ചികിത്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൽ വരുന്ന ഹോമിയോ ലവേഴ്സ് അവരിത് കേൾക്കുമ്പം അവര് നമ്മള് വ്യാജ ചികിത്സ പ്രചരിപ്പിക്കാൻ വേണ്ടി, അല്ല വ്യാജന്മാരെ ഇത് ജയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആരും ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതില് പറയുന്ന മരുന്നുകൾ കേട്ടിട്ട് ആരെങ്കിലും തനിയെ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നു എന്നുള്ളതൊന്നും എന്റെ അറിവിലില്ല. പിന്നെ എന്ത് ബേസിലാണ് അവരൊന്നും പറയുന്നതെന്ന് അറിയില്ല. അതൊക്കെ ആയിരിക്കാം ഇതില് പുതിയ കുട്ടികൾ കയറാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ നമ്മളെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൂടെ ഒന്ന് ആലോചിക്കുക. നന്ദി ഷബീർ ഡോക്ടർ. അടുത്ത ഷാജി കുടിയൻ ഡോക്ടർ ഉണ്ടോ?
ഉണ്ട്, ഡോക്ടർ ഉണ്ട്. അപ്പൊ നാളെ നമ്മുടെ ദേശീയ ശാസ്ത്രദിന പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ദയവായിട്ട് പരമാവധി ആൾക്കാർ കയറുക. പുറത്തുള്ള ആൾക്കാർ വരുന്നതാണ്. അതായത് രാജീവ് ഗാന്ധി സെന്റർ ഓഫ് ബയോടെക്നോളജിയിലെ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ, അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് മോളിക്കുലർ ബയോളജിയുടെ. നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയും. അതുപോലെ ശാസ്ത്രത്തിന്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ. ഹോമിയോപ്പതിയെ പലപ്പോഴും അശാസ്ത്രീയം എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള വീക്ഷണം കൊണ്ടാണ്. പല ബ്രാഞ്ച് ശാസ്ത്രത്തിനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ട ശ്രീ PV ആൽബി സാറാണ് നാളെ വരുന്നത്. ദയവായിട്ട് എല്ലാവരും പങ്കെടുക്കുക. കുടിയുടെ ഐ ആം അണേബിൾ ടു സ്പീക്ക്. എന്ത് പറ്റി? കോഹോസ്റ്റ് ആക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടായിരുന്നു. ആ, പുള്ളിക്ക് സംസാരിക്കാൻ ഡോക്ടർ കഴിയില്ലാന്ന് ഇപ്പൊ എന്തോ? സംസാരിക്കാൻ കഴിയില്ലാന്ന് ഇപ്പൊ ഇതിട്ടിരുന്നല്ലോ. ഓ, അങ്ങനെ. ഓക്കെ ശരി. ഡോക്ടർ ഇപ്പൊ ബീഹാറിലെ കോൺഫറൻസിലൊക്കെ പോയിരുന്നതല്ലേ? ആ ആ അതെ. അതുപോലെ തന്നെ പുതിയ മെഡിസിൻസ്, എത്രയോ മെഡിസിൻസ് ആണ്. നമ്മൾ ആപ്പാടെ പഠിച്ചിട്ടുള്ള 10-150 മെഡിസിനേ ഉള്ളൂ സിലബസിനകത്ത് പഴയ കാലത്ത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറിയിട്ട് 100 കണക്കിന് 1000 കണക്കിന് മെഡിസിൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് പലരും നോട്ട് വെച്ചിട്ട് ഒരുപാട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. അത് മറിയ ഡോക്ടർക്ക് പറയാൻ കഴിയാനോ? പ്രതില്ല ഡോക്ടറെ. ഡോക്ടർ കൃത്യമായിട്ട് എല്ലാം എഴുതുന്ന ഒരാളാണ്. ഇങ്ങനെ നോട്ട് എഴുതി കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. അല്ല, ശരിക്കും ഒരുപാട് മരുന്നുകൾ, നമ്മൾ കേൾക്കാത്ത ഒരുപാട് മരുന്നുകൾ, അതുപോലെ അത് വാങ്ങിച്ചു വെക്കുകയും നമുക്ക് രോഗികൾക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു പ്രയോജനമാണ്. അതെ. ഹിബ ഡോക്ടറുണ്ട്. ഹിബ ഡോക്ടർ ഉണ്ട്. അതെ. ഹലോ, മെഗാപോളിഗ്രസ്. കേൾക്കാം. ആ. ഒരു ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് നടക്കുന്ന ഇവിടെ കിംസിൽ നടക്കുന്ന ഒരു പേഷ്യന്റ്, അവന്റെ ഭർത്താവാണ് വന്നത്. ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ലിംഫ് എൻലാർജ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ട്രീറ്റ്മെന്റ് ഇപ്പോൾ കൂടുതൽ അവര് ഇതാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ ഇമ്മ്യൂണോതെറാപ്പിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പുള്ളി സാമ്പത്തികമായിട്ടുള്ളതാണ്, വലിയൊരു ഉദ്യോഗസ്ഥനൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെ താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ പുള്ളി വന്ന് അപ്പൊ ആദ്യത്തെ ഒരു സെറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച മുമ്പ് വന്നു. പുള്ളിക്ക് ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, പുള്ളിക്ക് നന്നായിട്ട് ഹോമിയോപ്പതി ഒരുപാട് മെഡിസിൻസ് അറിയാം. അപ്പൊ പുള്ളി ആദ്യം കുറെ മരുന്നൊക്കെ വാങ്ങിച്ചു വെച്ച് വൈഫിന് കൊടുക്കുമായിരുന്നു ഈ ക്യാൻസറിന്റെ കണ്ടീഷൻ കണ്ടുവരുന്നപ്പോൾ. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നതിന് ശേഷം 2 ആഴ്ച മുമ്പ് വന്നു. പെട്ടെന്ന് അവര് മെഡിസിൻ കഴിച്ചിരുന്നതിന് ശേഷം വളരെ പെട്ടെന്ന് ആ 2 ആഴ്ച കൊണ്ട് തന്നെ ഭയങ്കര റിലീഫായി. അവരുടെ പെയിനും എല്ലാം മാറി, അവര് ക്ഷീണമൊക്കെ മാറി, എല്ലാം ഇതായിട്ട് അവർ വന്ന് ആ പുള്ളി വന്നിട്ട് അത്ഭുതകരമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴും ഈ പുള്ളി മരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഇന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞ കാര്യം ഇതാണ്, ഇതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഇപ്പൊ അവരൊരു മരുന്ന് ഇപ്പൊ പഠിച്ചു, ക്യാൻസർ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഉടനെ അവർ വാങ്ങിച്ചു വെച്ച് അത് കഴിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങള് 100 അല്ലെ 1000കണക്കിന് മരുന്നുകൾ പഠിച്ചു തീർന്നതിന് ശേഷം നമ്മളിപ്പോ 1000 മരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ 999 മരുന്നും കളഞ്ഞിട്ടാണ് നമ്മൾ ഒരു മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. അതാണ് ആ വ്യത്യാസം. നമ്മളിപ്പോ 100 മരുന്ന് അതിനെക്കുറിച്ച് പഠിച്ചു തീർന്നാല് നമ്മൾ നോക്കും, 99 മരുന്നും നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ 100ാമത്തെ മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. ആ മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കുഴപ്പം, ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ പറ്റുന്ന കുഴപ്പങ്ങൾ ബാക്കിയുള്ളത് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് പുള്ളി, ഓ അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴേ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മരുന്ന്. കാരണം നമ്മൾ തന്നെ പലപ്പോഴും നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു മരുന്നായിരിക്കും, പോയി അകത്ത് പോയി തിരഞ്ഞ് എടുക്കാൻ തുടങ്ങുമ്പോൾ വേറൊരു മരുന്നായിരിക്കും, പിന്നെ ഇതിനിടയിൽ അവസാനം ഇറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് മറ്റൊരു മരുന്നായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തന്നെ പലപ്പോഴും ഞാൻ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഞാൻ പലപ്പോഴും കാണിച്ചു കൊടുക്കാറുണ്ട്. കണ്ട, ഇവിടെ നിന്ന് എഴുതിയോണ്ട് പോയത് ഇതാണ്, അതിനുശേഷം എല്ലാ മരുന്നുകളും തിരുത്തായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ സമയത്തും അതിനെക്കുറിച്ചുള്ള ഇവാലുവേഷൻ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വയലാർ രാമചന്ദ്രവർമ്മയുടെ അറിയാമല്ലോ, ശരത് ചന്ദ്രൻ, ഞാൻ ആ പഴയ വീഡിയോ ആണ് ഓരോന്നായിട്ട് ഞാനിപ്പോ പഴയ വീഡിയോസ് ഒക്കെ എടുത്തിട്ടോണ്ടിരിക്കുകയാണ്. ഇന്നലെ 3 വീഡിയോസ് ഞാൻ ചെയ്തു. അപ്പോൾ അതില് വയലാർ ശരത്ചന്ദ്രവർമ്മ ഇന്ന് 199 പേരെങ്ങാണ്ട് കണ്ടിരിക്കുന്നത്, 198 പേരും കണ്ട്. അപ്പോൾ നമ്മള് ദിവസം 1000-ന് മുകളിൽ ആൾക്കാർ ദിവസം കാണുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, യൂട്യൂബിൽ കാണുന്നത് കൊണ്ട് ജനങ്ങൾ ചിലപ്പോൾ ഇതിൽ കയറുന്നില്ലെന്നുണ്ടെങ്കിലും എല്ലാവരും യൂട്യൂബിൽ കൃത്യമായിട്ട് ഇപ്പോൾ 1000 പേരോളം 1000-1200 പേരോളം ദിവസം കാണുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ നേട്ടമാണ്.
പിന്നെ ഓരോരുത്തരും ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് പറഞ്ഞാൽ ഇപ്പൊ 6222 എത്ര പേരായി. ഈ 222 പേര് ഈ അടുത്ത ദിവസങ്ങളിലാണ് ആയത്. ഇവരെല്ലാരും കൂടെ ഒരു 10 പേർക്ക് ഷെയർ ചെയ്ത് തന്നാൽ 62,000 പേര് കാണും. ചുമ്മാ ഷെയർ ചെയ്താൽ മതി, ഷെയർ. അപ്പൊ അതാണ് അവർക്ക് ഓരോരുത്തർക്കും ഈ കാണുന്ന ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ഹോമിയോപ്പതിയുടെ വളർച്ച. താങ്ക് യു. നന്ദി ഹിബ ഡോക്ടർ. ഇനി ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാർ ഉണ്ടല്ലോ. എന്താ? മൈക്ക് ഓൺ ആണല്ലോ. ശ്രീധരക്കുറുപ്പ് സാറ് സാറിന് സംസാരിക്കാം. റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ആ ഇതില് നമ്മൾ സ്ഥിരമായി പങ്കെടുക്കുന്നവര് ദയവായി അവരവരുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും സാറ് വന്നിട്ടുണ്ട്. സാറേ സംസാരിക്കും സാറേ. ശ്രീധരക്കുറുപ്പ് സാറേ, സാറിന്റെ മൈക്ക് ഓണാണ്, സംസാരിച്ചാൽ മതി, കേക്കാം. സാറിന് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് കേട്ടാ, ശബ്ദം പറഞ്ഞു വരുന്നില്ല. സാർ ഒന്നുകൂടെ റീജോയിൻ ചെയ്ത് സാറേ, ഒന്നുകൂടെ കയറിയാൽ മതി, അപ്പൊ ശരിയാവും. ഒന്നുകൂടെ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് നോക്കി സാർ. ഒന്നുകൂടെ ഒന്ന് ഇനി സംസാരിച്ചു നോക്കി. നെറ്റ് വീക്കാ സാറേ, അതുകൊണ്ടാ. ഒന്ന് ലീവ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യും. വേണുഗോപാൽ ഡോക്ടറെ വിളിക്കാം. വേണുഗോപാൽ ഡോക്ടറെ. ധനേഷ് ഡോക്ടർ നാട്ടുകാരനാണ്. നേരം മാത്രമല്ല, ഞങ്ങള് സഹമുറിയന്മാരും കൂടെയായിരുന്നു. എന്റെ സീനിയേഴ്സും ആണ്. ഹലോ. കൊള്ളാം. സത്യം, ഞാനിപ്പോ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കയറിയത്. സംസാരിക്കാൻ ഉദ്ദേശിച്ചത് പ്രാക്ടീസിനെ കുറിച്ചാണോ? അതെ, അതായത് നമ്മൾ ഈ IFPH തുടങ്ങിയതിന് ശേഷം ഇതിൽ പങ്കുവച്ച അറിവുകൾ നമുക്ക് എത്ര കണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ശരി, അതെ. തീർച്ചയായിട്ടും ഞാനിത് മനസ്സിൽ ധനേഷിനോടോ മനോജിനോടോ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതുകൊണ്ട് ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഒരു കോമൺ പ്ലാറ്റ്ഫോം വെച്ചിട്ട്, അതായത് നമ്മുടെ സൂമിൽ ഇവർക്ക് ഒരാൾക്ക് ഏതെങ്കിലും മെഡിസിനിൽ നിന്ന് കിട്ടിയ അനുഭവം ഷെയർ ചെയ്യാൻ പറയാം. ഒരുപാട് മെഡിസിൻ പറഞ്ഞിട്ടുണ്ട്. റയർ മെഡിസിൻ ഉണ്ട്. ഇപ്പം പറയാൻ ഡോക്ടർ തന്നെ എഴുത്തുകാരി കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെഡിസിൻ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷന് കുറവ് കിട്ടുന്നുണ്ട്, അതൊരു ദിവസം ഡിസ്കഷൻ ആകണം. IFPH എന്നുള്ള അനുഭവങ്ങൾ കൊണ്ട് കിട്ടിയ റിസൾട്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും പങ്കെടുക്കട്ടെ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സ്ഥിരം പങ്കെടുക്കുന്നവർ ഈ സ്ഥിരം ആൾക്കാരായതുകൊണ്ടാണ് പ്രശ്നം. ഈ ജൂനിയേഴ്സ് അവരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു മെഡിസിൻ കൊടുത്തിട്ട് ഇവർക്കുണ്ടായ അനുഭവം അത് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു 10 പേര് ഒരു മെഡിസിൻ കൊണ്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ആ മെഡിസിൻ്റെ ആക്ഷൻ ഷുവറാണ്. ഒരാൾക്ക് റെയറായിട്ട് കിട്ടിയതുകൊണ്ട് അത്ര വലിയ കാര്യമില്ല. പക്ഷെ ഒരു 10 പേർക്ക് ഒരറിവ് കൊണ്ട് ഒരു റിസൾട്ട്, ഒരേ രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല ഒരു ഷെയറിങ് ആയിരിക്കും. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ദിവസം ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്നുകൂടെ നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം വയ്ക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഒരു മെഡിസിനിൽ നിന്ന് ഒരാൾ കൊടുത്തിട്ടു അതുകൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടുണ്ട്, വായിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. പക്ഷേ ഒരു അനുഭവം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മറ്റൊരാൾ പറയണത് മറ്റുള്ള കുറച്ച് പേർക്ക് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ്ഡ് ആകുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഒരു നല്ല ഒരു രീതിയെന്ന് എനിക്ക് തോന്നി. അത് ഒന്ന്. അതെ ഡോക്ടർ, ഇതിന് ഉദ്ദേശം അത് തന്നെയായിരുന്നു. ഡോക്ടർ എക്സ്പീരിയൻസ് ഉണ്ടായി പറയുക. എനിക്കിതിന്റെ ഒരു ഹോംവർക്ക്
പ്രോപ്പറായിട്ട് ഉണ്ടായെന്ന് അറിഞ്ഞില്ല. നമ്മൾ പ്ലാൻ ഇട്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. ദിനേശ് ഡോക്ടർ അങ്ങനല്ലേ? അല്ല, തീർച്ചയായും ഇന്ന് ഉം. പെട്ടെന്ന് ഒരു ഗസ്റ്റിനെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഇനി എന്നും ഏതെങ്കിലും ഒരാളുടെ ഒപ്പം ഒന്ന് എഴുതുന്നതിൽ ഒരു അഭംഗി തോന്നിയപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് കിട്ടിയ അനുഭവങ്ങളൊന്ന് അവരവർ പങ്കുവെക്കുന്ന രീതിയിലോട്ട് ഒരു സെഷൻ വെക്കാം. അതിനെനിക്ക് പ്രേരണയായത് നമ്മുടെ ഒരു ലേഡി ഡോക്ടർ ഒരിക്കൽ നമ്മൾ അവിടെ കണ്ടപ്പോൾ പറഞ്ഞ, ഡോക്ടറെ ഈ കേസുകളൊക്കെ കേട്ടതിന് ശേഷം എനിക്കൊരു 60ഓളം കേസുകൾ ഇൻഫെർട്ടിലിറ്റി സക്സസ് ആയി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി അതുപോലെ അനുഭവങ്ങളുള്ള ഒത്തിരി പേര് ഇതിനകത്ത് കാണും. പക്ഷെ എന്തുകൊണ്ടോ ഈ സംസാരിക്കാനുള്ള, ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള മടി കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഓണാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ ഒരു സെഷൻ പെട്ടെന്ന് വെച്ചപ്പോൾ നമ്മുടെ ജിതി മാഡം പോലും ചോദിക്കുകയുണ്ടായി എന്ത് അനുഭവമാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ അവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഞാനിങ്ങനെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോഴാണ് ആലോചിച്ചത്, ഇന്നത്തേക്ക് ആരെയും ആയിട്ടില്ലല്ലോ, എന്ത് കൊടുക്കും. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത് അതിനു മുമ്പായിട്ടാണ് നമ്മുടെ ഹിബ ഡോക്ടർ ഇട്ട വീഡിയോയുടെ ആ ഭാഗം ഞാൻ ഇന്നലെ അത് ശരത് ചന്ദ്രവർമ്മയുടെ അതിന്റെ ഒരു ഭാഗം കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി അതൊരു അനുഭവമാണല്ലോ. അപ്പൊ തീർച്ചയായും നമ്മുടെ ഡോക്ടർമാർക്ക് ഈ IFBH, അതുകൊണ്ടാണ് അതിന്റെ താഴെ ഹെഡിങ്ങിന്റെ താഴെ IFBH കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവവും അതുകൂടാതെ ഹോമിയോപ്പതി കൊണ്ട് ഇപ്പൊ വളരെ റെയറായിട്ട് ചില കേസുകൾ സക്സസ് ആയ പല ആൾക്കാരും ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് 100% ശരിയാണ്. പക്ഷെ അവരത് പറയുന്നില്ല. അപ്പൊ അത് ചിലപ്പം ഏത് മെഡിസിൻ കൊടുത്തിട്ടാണെന്ന് അത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മളിപ്പോൾ ഞാൻ ഇന്നതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്തായാലും ഇത് കുറച്ചുകൂടെ ഒന്ന് വിപുലമാക്കിക്കൊണ്ട് നമുക്ക് ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അതിനായിട്ട് മാറ്റി വെക്കാം തൽക്കാലം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പറയാൻ അതെ, പറ്റും. ഒരു ടോപ്പിക്സ് വെച്ചാക്കണം. ഇപ്പോൾ ഉദാഹരണം റൂമാറ്റിസം എന്ന് നമ്മൾ വെച്ച പോലെ തന്നെ റൂമാറ്റിസത്തിലുണ്ട്. അല്ലെങ്കിൽ വേഗമായിട്ട് പറയുമ്പോൾ എല്ലാവരും പലതും കയറി പറയും. പക്ഷേ ഇന്നത്തെ ദിവസം റൂമാറ്റിസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം, അല്ലെങ്കിൽ IFBH നിന്ന് അറിവ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്നുള്ള വയ്ക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊക്കെ ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിപ്പോൾ. കാരണം നമ്മൾ ഇത്രയും നാളത്തെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾക്ക് ഉള്ളൊരു രീതി, അത് ഇപ്പം ഞാൻ എന്താ പറയുക, ഇപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ച് നമ്മളെ സ്വാധീനിക്കുന്നതിനേക്കാൾ ജൂനിയേഴ്സിനെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ ഒരു ലെവലിൽ ഒരു ക്യാരക്ടർ ലെവലെന്ന് വെച്ചാൽ ഹൈ ലെവലല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ആ ഒരു മാനസിക നിലവാരത്തിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ പോകാറില്ല. പിന്നെ ഇപ്പം ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് അവിടെ നമ്മുടേതായ ഒരു സ്റ്റൈൽ അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ സ്റ്റൈലിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി വരുന്നുണ്ട് പലപ്പോഴും. അതൊരു കാര്യം. എന്ന് വെച്ച് നമ്മൾ ഇപ്പം ടിഞ്ചർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരുപാട് ഉപയോഗിക്കാനുള്ള ഒരു അവിടെ ഇല്ല. ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കുറവാണ്. കാരണം വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ ചുറ്റുമായിരിക്കണം. അപ്പോൾ അവർ ചോദിക്കും എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അനുഭവം എടുത്താൽ അതുപോലെ അങ്ങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മളിപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ഈ ഏതോ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുന്നു, അവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കണമെങ്കിൽ ആ ഗാർഡൻ ആദ്യം നമ്മുടെ മനസ്സിലാണ് അതിൻ്റെ ഒരു ഭാവന ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടേ ആ ഗാർഡൻ എവിടെ ഇന്ന ചെടി വെക്കണം എന്നൊക്കെയുള്ള ഐഡിയ നമുക്ക് വരുന്നത്, ഗാർഡൻ സെറ്റ് ആവുന്നത്. അപ്പോൾ ആ ഐഡിയ മനസ്സ് അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന നമ്മൾ ഈ മൈൻഡിൻ്റെ അല്ലെങ്കിൽ ഹയർ ലെവലിൽ ഉള്ള ആ ഒരു പ്രപ്പർട്ടി തന്നെയുള്ള വിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന ആ ലെവലിൽ ഉണ്ടെങ്കിൽ ഒരു മെഡിസിൻ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കിട്ടിയോണ്ടോ അല്ലെങ്കിൽ അതെ അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു ഡ്രീം കിട്ടിയോണ്ടോ മാത്രം നമുക്ക് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. നമ്മുടെ ഈ പറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, പേഴ്സണലായിട്ട് ചെയ്യുന്നതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ രീതിയിലാണ് ചിന്തിക്കുന്നത് കൂടുതലും. പക്ഷേ ഇത് മെഡിസിൻ്റെ വ്യാപ്തി കൂടിയിട്ടുണ്ട്, അറിയുന്ന മെഡിസിൻ്റെ വ്യാപ്തി. അതായത് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 500 മരുന്നിനെ കുറിച്ച് കുറേയൊക്കെ അറിയാമെങ്കിൽ ഇപ്പോൾ അതൊരു സാധ്യതയുള്ള കുറേ മരുന്നുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടം. അല്ലാതെ ഒരു വ്യക്തിയിലുണ്ടായ നേട്ടമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ. തീർച്ചയായും നമുക്ക് ആ രീതിയിൽ ഇനി അടുത്ത
അടുത്ത ആഴ്ച പോലെ ഒരു ദിവസം ബുധനാഴ്ചയോ ഏതെങ്കിലും, ബുധനല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം വെള്ളിയാഴ്ച വെക്കാം. എല്ലാ വെള്ളിയാഴ്ചകളും. കാരണം പിന്നെ വിശേഷ ദിവസങ്ങൾ ഒഴിവാക്കാം. വ്യാഴാഴ്ചകളിൽ ബന്ദിരായ ഡോക്ടറുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വെള്ളിയാഴ്ചകളിലോട്ട് നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കാം അടുത്ത ആഴ്ച മുതൽ. അപ്പൊ നമുക്ക് നോക്കാം എത്ര പേര് അങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ശ്രീധരൻ പ്രൊഫസർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടേ. അതെ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കേക്കാമോ? ഇപ്പൊ കേക്കാമോ? കേൾക്കാം. ഞാൻ മറ്റേ ഇതിന്റെ അകത്ത് മൊബൈൽ ഫോണിൽ നിന്നാ കയറിയത്. കേക്കാം സാറേ. ആ ആ ആ ഇതൊരു നല്ല പ്രോഗ്രാമാ, കുഴപ്പമില്ല. അതായത് എനിക്ക് തോന്നിയ ഒരു അനുഭവം, IAPH എന്ന് തോന്നിയ ഒരു അനുഭവം. അതായത് നേരത്തെ എനിക്ക് ഒരു ക്ലാസ് എടുക്കാനൊക്കെ ആരെങ്കിലും വിളിച്ചാൽ ഒരു മടിയാ. അപ്പോൾ ഏത് പാതിരാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാലും ഒരു ക്ലാസ് ഉള്ളത് ഞാൻ റെഡിയാക്കി കൈ കാണും. 1-2 എണ്ണത്തിനുള്ളത് കാണും. ഏത് സബ്ജക്റ്റാണെന്നൊന്നും നോക്കും. അപ്പം എന്ത് വന്നാലും അങ്ങനെ ഒരു കപ്പാസിറ്റി വരണമെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തെങ്കിൽ മാത്രമേ. പിന്നെ ഇതിൻ്റെ അകത്ത് ആൾ കുറയാനുള്ള കാര്യം, ഇപ്പം പണ്ടൊക്കെ ഞാൻ ഒരെണ്ണം പോലും വിടുകയില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തോടൊപ്പം കാണാമല്ലോ. ഈ ഇതിൻ്റെ അകത്ത് യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ വന്നപ്പം നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നമുക്ക് സെലക്ട് ചെയ്ത് കാണാം. അതുകൊണ്ട് ആൾക്കാർ യൂട്യൂബിൻ്റെ അകത്ത് ഒരുപാട് പേര് കാണുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് പൊതുവെ ആൾ കുറയാനുള്ള, അല്ലാതെ നമ്മുടെ ഈ പെർഫോമൻസിൻ്റെ കുഴപ്പമില്ല. പിന്നെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ ഈ റെപ്പാർട്ടറിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ അത് പ്രത്യേകം എടുത്ത് എല്ലാത്തരം റെപ്പാർട്ടികളെ കുറിച്ചും ശരിക്കും പഠിച്ചു. അത് അന്നേരം എന്നാണെന്ന് വെച്ചാൽ നമ്മളൊരു സബ്ജക്റ്റ്, അതായത് എൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഡോക്ടർ ആൻജൻ സൂര്യ എന്ന് പറയും. ശ്രീലങ്കക്കാരനായിരുന്നു, മരിച്ചുപോയി ഒത്തിരി വർഷം മുമ്പ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു ക്ലാസ്സിൻ്റെ അകത്ത് പറഞ്ഞതാണ്, അതായത് നമുക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ മേലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുകയോ ഒരു ക്ലാസ് എടുക്കുകയോ ചെയ്യുക. കാരണം അന്നേരം നമ്മൾ പഠിക്കാതെ അത് പറ്റിയിട്ട് അന്നേരം ശരിക്കും പഠിക്കും. അന്നേരം അറിവുണ്ടാകണമെങ്കിൽ നമ്മൾ കൂടുതൽ ക്ലാസ് എടുക്കുകയും ഡിസ്കഷനിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു കോൺഫിഡൻസും അതുപോലെ തന്നെ നമുക്ക് ഇത് തന്നെ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. അപ്പം മനോജിനോടൊക്കെ എപ്പം വേണേൽ ചോദിച്ചു, മോഡറേറ്റ് ചെയ്യണമെങ്കിൽ പാതിരാത്രിക്ക് എഴുന്നേറ്റ് വന്നാലും ഒരു മോഡറേഷൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ മോഡറേറ്റർമാർ പലരും തുടക്കത്തിൽ മോഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യുമെന്നുള്ളതല്ലാതെ ഇപ്പം അതിലൊക്കെ എത്രയോ പുരോഗമിച്ചു. എക്സ്പീരിയൻസ് മേക്സ് ദി മാൻ പെർഫെക്റ്റ് എന്നാണ്. അപ്പം അന്നേരം നമ്മൾ സ്ഥിരം ചെയ്യുന്ന നിത്യത്തോടൊരു അഭ്യാസം എന്ന് പറയും. എന്നിട്ട് സ്ഥിരം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ, ഞാൻ നേരത്തെ അത് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അഭിപ്രായം പറയുമ്പം ചിലർ എതിരഭിപ്രായമൊക്കെ പറയും. കഴിയുന്നത് എതിരഭിപ്രായം പറയാതിരിക്കുക, കാരണം ഇത് ലോകം മുഴുവൻ കാണുന്നതല്ലേ. പിന്നെ അത് ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല. പിന്നെ ഈ കഥാപ്രസംഗക്കാരും എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ നാട്ടിലെ കാര്യം പറയുന്നത്, ഇവിടെ ഉള്ളവരൊന്നും ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞോട്ട് പറയും. പറഞ്ഞാൽ തന്നെ അതിനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യും. എന്നൊരാൾക്കാർ ഇപ്പം കുറച്ചുകൂടെ നന്നാകാൻ വേണ്ടി പറയുന്ന, നമ്മളെ എപ്പോഴോ നമുക്ക് ഈ ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ ആണെങ്കിൽ മാത്രമാണ് അത് കൂടുതൽ എഫക്റ്റീവ്. അല്ലാതെ ഒരു 1 മാൻ ഷോ പോലെ കുറച്ച് ക്ലാസ് എടുത്തിട്ടൊന്നും ഒരു വലിയ കാര്യമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും അതിന് ആൻസർ പറയുകയും ചെയ്യുമ്പോഴാണ്. അതായത് ചിലർ ചോദിക്കുമ്പം ചോദിച്ചു കഴിയുമ്പം നമ്മൾ അടുത്ത പ്രാവശ്യത്തിന് കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അതുകൊണ്ട് ആൾക്കാർ ചോദിക്കണം. ചോദിക്കാത്തതിൻ്റെ കാര്യം ഒന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ എല്ലാം മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ചോദിക്കാത്തത്. അതുപോലെ എല്ലാ ഇതിനും ഒരു 10-15 മിനിറ്റ് ഡിസ്കഷൻ വെക്കണം. അറിയാവുന്നവർ പറഞ്ഞോട്ടെ. അതുപോലെ ഒരാൾ കയറി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനിടയ്ക്ക് കയറി സമയമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് താമസിച്ചെന്ന് വിചാരിച്ച് 10 എന്നുള്ളത് 10:45 ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഉറങ്ങാൻ തന്നെ ഉള്ളൂ. അപ്പം അന്നേരം അത് ധൃതി വെച്ച് നിർത്താതിരിക്കുക. ലാസ്റ്റിൻ്റെ പറഞ്ഞത്, ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ അല്ല, ബാക്കിയുള്ള ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ നിർത്തിയാൽ ബാക്കി തുടങ്ങാൻ താമസിക്കും. ഇതിപ്പം രാത്രി കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. എല്ലാവരും നേരത്തെ അതിനൊരു പ്രിപ്പറേഷനൊക്കെ എടുത്ത് ഒരുങ്ങിയിരിക്കുക. ഒരാൾക്ക് പറയാനുള്ളത് പറയാനായിട്ടുള്ള അവസരങ്ങളൂടെ കൂടുതൽ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ചിലർ ചോദിക്കുമ്പോൾ കൈവെക്കാനൊക്കെ മടിക്കുന്നത്. ഓക്കെ സാറേ.
ആ ഇതിന് വേറൊരു കാര്യമുണ്ട് സാർ. അവര് മുമ്പ് അറിയാമല്ലോ, ഈ തുടക്കകാലത്ത് 10 മണി എന്നുള്ള അവസാനം 10:30 11 പാവം നമ്മുടെ കുടിയാൻ ഡോക്ടർ ഉറങ്ങാതിരുന്ന ഒരു പരുവമായി ആ ഒരു ദയനീയ അവസ്ഥയിൽ പോയതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇനി ആർക്കും എന്ത് വിഷമം തോന്നിയാലും കുഴപ്പമില്ല, നമ്മൾ ആ സമയത്ത് നിർത്തുന്നത്. അത് മാറ്റിയാൽ ആകെ താളം തെറ്റും സാർ. അതുകൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞ വളരെ ബഹുമാനം സ്വീകരിക്കുന്നു. നമുക്ക് ഷാജി ഡോക്ടറെ വിളിക്കാം. ഷാജി ഡോക്ടറെ, ഡോക്ടർ ഷാജി. ഹലോ. പറയൂ ഡോക്ടറെ. അയ്യോ, ഞാൻ ഈ മീറ്റിംഗ് ഇപ്പോഴാ കയറിയത് കേട്ടോ, എന്റെ മൊത്തവും കേൾക്കാൻ പറ്റിയില്ല. അതായത് IFPH കൊണ്ടുണ്ടായ ഗുണങ്ങൾ ഇത്രയും കാലം ഡോക്ടർ കുറെ കാലം കേൾക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ സെലക്ട് ചെയ്ത് വിളിച്ചത്. എന്തൊക്കെ എന്തായാലും നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊരു ബ്രീഫായിട്ട് പറയാമോ? ഒരുപാട് അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് റെയർ ആയിട്ടുള്ള റെമഡീസ് നമുക്ക് അറിയാവുന്നേ, നമ്മളൊരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ഇങ്ങനെ പോകുന്ന ചില മരുന്നുകൾ പോലും വേറെ അതിൻ്റെ സ്പിയറോഫാക്ഷനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അത് പ്രാക്ടീസിനെയൊക്കെ ഒരുപാട് നമുക്ക് പ്രയോജനം ചെയ്തിട്ടുമുണ്ട്. പലരും നമുക്ക് അത് അറിയാൻ, നമ്മൾ ഈ ന്യൂ ജെന്നായിട്ടുള്ള ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. വിഷമമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തുമാത്രം ഈ നമ്മൾ വെറുതെ പറയുമല്ലോ, അനുഭവത്തിൽ എന്ന് പറയുന്ന ഒരു പണ്ടൊക്കെ നമ്മളൊരു മീറ്റിങ്ങിനൊക്കെ പോയി, ഇപ്പൊ ഉദാഹരണം പറയാൻ ജയറാം സാറിന്റെ ക്ലാസ്സൊക്കെ പോയ അന്ന് കിട്ടിയ മരുന്നൊക്കെയാണ് നമ്മൾ ഇന്നും പ്രഷ്യസായിട്ട് ഉപയോഗിക്കുന്നതും അനുഭവത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതും. പക്ഷെ ഇപ്പോഴും എല്ലാം അവർക്കുള്ള ധാരണ, പുതിയൊരു തലമുറയുടെ ധാരണ എന്ന് പറഞ്ഞാൽ എല്ലാം വരുത്തുമ്പോഴും ഇതൊന്നും കാണണ്ട എന്നുള്ള ഒരു തരം ഈഗോ ഉണ്ട്. അത് മാറണം. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ അറിയാവുന്നവർ അതിലേക്ക് കൂടുതൽ പേരെ ഇതിനകത്ത് ചേർക്കണം. അത് അങ്ങനെ ആണെങ്കിൽ ഇത് വലിയൊരു പ്രയോജനമാണ്. എനിക്ക് പ്രയോജനമുണ്ട്, വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ഒരുപാട് നമ്മളെ മെഡിസിൻ അതിനുകൊണ്ട് കൂടുതൽ മേടിച്ച് വെക്കുന്നുമുണ്ട്. നമ്മൾ പണ്ടൊക്കെ തന്നെ ഈ ആദ്യം മരുന്ന് മേടിച്ച് വെക്കുക, പിന്നെ പഠിക്കുന്നത്. അങ്ങനെ ഇതുണ്ട്. കാര്യം ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇക്തിയോളമൊക്കെ മേടിച്ച് വെച്ചത്. ഒരു സെമിനാറിന് കണ്ടപ്പോൾ വെറുതെ മേടിച്ചു. പിന്നെ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ സോറിയാസിനും ഈ ലൈക്കൻ പ്ലാനസിനും കൊടുത്തിട്ട് അത് കാരണം ഒരുപാട് പേഷ്യൻ്റ് നമുക്ക് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അറിവും ചെറുതല്ല എന്ന് പറഞ്ഞ കണക്ക് എല്ലാവരും ഇത് നമ്മൾ 10-45 പേരല്ല, ഇതൊരു എല്ലാവരും കേൾക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ വളരെ ഡോക്ടർക്ക് ഇവാലുവേറ്റ് പറയാൻ അറിയാവുന്ന ഡോക്ടറെ തന്നെ സെലക്ട് ചെയ്ത് വിളിച്ചത് നന്ദി ഡോക്ടറെ. ശോഭന ഡോക്ടറുടെ ഡോക്ടർ ശോഭാരാമ ഡോക്ടറെ, ശോഭന ഡോക്ടറെ, അതുപോലെ ലതാ മനോഹരൻ ഡോക്ടർ റെഡി ആയിരിക്കുക, വിളിക്കും. ഡോക്ടർ ശോഭന ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ ഉണ്ടല്ലോ. ഹലോ. പറയൂ ഡോക്ടറെ. IFPHന്റെ ഈ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ വളരെ 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 ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഞാൻ പലപ്പോഴും കയറാറുണ്ട്. ചില ദിവസങ്ങളിൽ ഈ സമയത്തിന്റെ പ്രശ്നം കൊണ്ട് കയറാൻ പറ്റാറില്ല. അപ്പൊ യൂട്യൂബിൽ പോയി കാണാറുണ്ട്. പിന്നെ ക്ലാസ്സസ് എല്ലാം നല്ലതാണ്, നല്ല ബെനിഫിഷ്യൽ ആണ്. വളരെയേറെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. പല പോയിന്റ്സും പല ഡിസ്കഷൻസും ഒക്കെ നന്നാവാറുണ്ട്. വളരെ നല്ലതാണ്. ഡോക്ടർക്ക് പ്രയോജനം കിട്ടിയ ഒരു കേസ് പറയാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കേസ് ഞാനിപ്പോ ഇവിടെ ചോദിച്ചോട്ടെ. എക്സ്പേർട്സ് എൻ്റെ അടുത്ത് ഒരു കേസ് എനിക്ക് ഇപ്പൊ ഒരു ഡിഫിക്കൽട്ട് കേസിൽ നിൽക്കുന്നുണ്ട്, അത് ചോദിച്ചോട്ടെ? പറയൂ ഡോക്ടറെ, പറയൂ. ഒരു 50s ഏജിലുള്ള ഒരു പേഷ്യന്റ് ആണ്. പുള്ളി മയസ്തീനിയ ഗ്രാവിസ് ഒക്കെ ഉണ്ടായിട്ട് അതിന്റെ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പോ അദ്ദേഹത്തിന് അതിനോടൊപ്പം തന്നെ പല മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. മയസ്തീനിയ ഗ്രാവിസിന്റെ മെഡിസിൻസ് എടുക്കുന്നുണ്ട് പുള്ളി. അതിനോടൊപ്പം തന്നെ അലർജിക് കോഫ്. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഇവിടെ പൊല്യൂഷനും എക്സ്ട്രീം ടെമ്പറേച്ചറും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നപ്പോൾ എക്സ്ട്രീം അലർജിക് കോഫ് ഉണ്ടായിരുന്നു, പിന്നെ മൈഗ്രെയിൻ, ഹെഡേക്ക്, അതുകൂടാതെ ദേഹം മുഴുവൻ ചൊറിച്ചില്, ഇങ്ങനെ പല സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടാണ് വന്നത്. അതിനെല്ലാത്തിനും ആശ്വാസമുണ്ട്. ഇപ്പോ പുള്ളി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം റൈറ്റ് ഷോൾഡറിന്റെ ബാക്കിലും റൈറ്റ് അപ്പർ ആമിലുമായിട്ട് സിവിയർ പെയിൻ. അത് രാത്രി കിടക്കുമ്പോഴാണ് കൂടുന്നത്. കിടക്കുമ്പോൾ കൂടിയിട്ട് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എണീറ്റിരിക്കുകയാണ്. എണീറ്റിരുന്ന് ചൂട് വയ്ക്കുമ്പോൾ ഒരു ടെമ്പററി റിലീഫ് കിട്ടും, പിന്നെയും വേദന കൂടും. അങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയാണ് കൂടുതൽ, പകല് കുറവാണ്.
റൈറ്റ് ഹാൻഡിന്റെ റൈറ്റ് ഷോൾഡറിന്റെ ബാക്ക് സൈഡിലും റൈറ്റ് അപ്പർ ആമിലുമാണ് പെയിൻ. ബാക്കി മറ്റെല്ലാത്തിനും ആശ്വാസമുണ്ട്. ഇതാണിപ്പോൾ പുള്ളിയെ ഏറ്റവും ഇതിനു മുമ്പ് കുറേ വർഷങ്ങൾ മുമ്പ് ലെഫ്റ്റ് ഷോൾഡറിലായിരുന്നു, അതിന് സർജറി കഴിഞ്ഞു ഫ്രോസൺ ഷോൾഡർ ആയിട്ട്. ഇപ്പൊ റൈറ്റ് ഷോൾഡറിലാണ് ഇത് വന്നിരിക്കുന്നത്. കൈ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഫ്രോസൺ ഷോൾഡർ തന്നെയാണ്. ലെഫ്റ്റ് ഷോൾഡറിന് സർജറിയാണ് ചെയ്തത്. സർജറി കഴിഞ്ഞിട്ടും റിലീഫ് കിട്ടിയില്ല. പിന്നെ 2 മാസം ഫിസിയോതെറാപ്പിയും കൂടി കഴിഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. ഇപ്പൊ റൈറ്റ് ഷോൾഡറിന് സിവിയർ പെയിൻ ആണ്. അപ്പൊ ഞാൻ ഈ രാത്രി കൂടുതൽ അനങ്ങാതിരിക്കുമ്പോൾ കൂടുതൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് വേറെയും പല സിംറ്റംസും പുള്ളിയുടെ മുട്ടുവേദനയും ഒക്കെ മൊഡാലിറ്റീസ് റെസ്റ്റോക്സിന്റെ ആയിരുന്നു. റെസ്റ്റോക്സ് കൊടുത്തപ്പോൾ മുട്ടുവേദനയൊക്കെ മാറി. പക്ഷെ ഈ ഷോൾഡർ പെയിന് റിലീഫ് കിട്ടുന്നില്ല. പിന്നെ സാങ്കുനേറിയ കൊടുത്തു, റൈറ്റ് സൈഡാണ് അത് വെച്ചിട്ട്, പക്ഷെ ഒന്നിലും റിലീഫ് കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ കോസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇന്നലെ കൊടുത്തതേ ഉള്ളൂ, അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല. കോസ്റ്റിക്കം പുള്ളിക്ക് ഈ മയസ്തീനിയുടെ കണ്ണ് ഇങ്ങനെ അടഞ്ഞ് പോവുമായിരുന്നു. മയസ്തീനിയുടെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ. പിന്നെ റൈറ്റ് ഷോൾഡറിലാണ്. പിന്നെ വെൻ ദ വെൽ സെലക്ടഡ് റെമഡി ഫെയിൽസ്, അങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. ഡോക്ടറെ അറിയില്ല. ഡോക്ടറെ ആള് തെർമൽ ഹോട്ടാണോ ചില്ലിയാണോ? ആള് ചില്ലിയാണ്. ചില്ലിയാണല്ലേ. അത് സിഫിലിന ഒന്ന് കൊടുത്താലോ? ഏതാ? സിഫിലിന് ഒരു ഡോസ് കൂടെ. സിഫിലിനം അതെ, നൈറ്റ് അബ്രിവേഷനും ഷോൾഡർ പെയിനും എല്ലാം കൂടെ. അത് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ഡോക്ടർക്ക് വേണേ സെയിം മെഡിസിനിലോട്ട് തിരിച്ചു വരാം. സാങ്കുനേറിയയിലേക്കല്ലേ ഒക്കെ. ഓക്കെ, സിഫിലിനം ഏത് പൊട്ടൻസിയാണ് സജസ്റ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഇത് കാണുന്നുണ്ടല്ലോ അതിനകത്ത്. അതെ, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ലെഫ്റ്റിലായിരുന്നു നേരത്തെ. അപ്പൊ അതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ രീതിക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും ഡോക്ടർ ഹോട്ടാണോ ചില്ലിയാണോ എന്ന് ചോദിച്ചത് അല്ലെ? ലാക്ടസിസിലേക്ക് ആലോചിക്കുകയായിരിക്കും അല്ലെ? അതെ അതെ. അല്ല ഓക്കെ. അത് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോഴേ അവിടെ വരുമ്പോഴേ ഈ ലെഫ്റ്റില് നമ്മൾ കൂടുതൽ ഇത് വരും കോമ്പൻസേറ്ററി ആയിട്ട് നമ്മൾ റൈറ്റ് കൂടുതൽ ഓവർ യൂസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് വരാം. ഇപ്പൊ തന്നെ ഹീൽ പെയിൻ ആണെങ്കിൽ അങ്ങനെയാണല്ലോ. അത് ലെഫ്റ്റ് ഒരു ഷിഫ്റ്റ് ആയിട്ട് കണക്കാക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഉപയോഗിക്കാതെ വരുമ്പോൾ കൂടുതൽ ഓവർ സ്ട്രെയിൻ റൈറ്റിന് കൊടുക്കുമ്പോൾ അങ്ങനെയും വരാം. പക്ഷെ ഇത് അങ്ങനെ വന്നതല്ല. കാരണം 3-4 വർഷം മുമ്പാണ് ലെഫ്റ്റിൽ വന്നിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് ശരിയായിട്ട് ഇപ്പൊ 3-4 വർഷമായി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നതല്ല ഇത്. 3-4 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അതെ, ലെഫ്റ്റ് എങ്കിലും ഒരു പ്രിക്കോഷൻ പോലെ മറ്റേതിന് കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് റൈറ്റ് ഉപയോഗിക്കും. ലെഫ്റ്റ് ഇപ്പൊ അബ്സല്യൂട്ട്ലി നോർമൽ ആണ്. നോർമൽ ആയിട്ട് ഇരിക്കുകയാണ് ലെഫ്റ്റ് ഹാൻഡ്. ഡോക്ടറെ ആ പേഷ്യന്റെ മൈൻഡ് കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കും. മൈൻഡ് ഒന്ന് നോക്കിയിട്ടേ. അപ്പൊ ഈ മറ്റേ നമ്മുടെ ബാലേന്ദ്രൻ ഡോക്ടർ പറയുന്ന പോലെ നെട്രം മൂറിന്റെ ഒക്കെ അത് ഹോട്ടാണെങ്കിൽ പോലും അങ്ങനെ ഇടനായിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കണം. അങ്ങനെ വന്നതിന് ശേഷം കാരണം ഈ സെറിബ്രൽ അല്ലെങ്കിൽ ബ്രെയിൻ സംബന്ധിച്ച് പ്രോബ്ലംസ് വരുമ്പം എപ്പോഴും മൈൻഡ് കണക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് മൈൻഡിന്റെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് ഡോക്ടർ ഈ പറഞ്ഞ ഇപ്പൊ തൽക്കാലം സിവിലിനൊക്കെ കൊടുത്ത് അങ്ങ് മുന്നോട്ട് പോവുക. അത് സിഫിലിനം ഏത് പൊട്ടൻസിയാ സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ സാധാരണ 200 4 ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കും. അത് ശരിയാണ്. സിവിൽ ലെഫ്റ്റ് ഫെറമറ്റ് റൈറ്റ് സാങ്കുനേറിയ ബോത്ത് എന്ന് പറയുമ്പോൾ സിവിൽ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. സാങ്കുനേറിയായും വരുന്നുണ്ട്. നൈറ്റ് അഗ്രവേഷൻ, റൈറ്റ് ഷോൾഡർ, ഇത് രണ്ടിനകത്തും ഈ പാദത്തിന്റെ റെപ്പാർട്ടറിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. 345 346. സർ, ഞാൻ സാങ്കുനേറിയ കൊടുത്തു. സാങ്കുനേറിയയിൽ റിലീഫ് കിട്ടുന്നില്ല. കിട്ടുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സിഫിലിനം കൊടുത്താൽ റിസൾട്ട് കിട്ടും. ചിലപ്പം മയാസ്മാറ്റിക് ഒബ്സ്ട്രക്ഷൻ അവിടെ കാണും. എന്താ ഡോക്ടർ ഷാജി പറഞ്ഞേ? കേട്ടില്ല. ഞാൻ കൊടുക്കുവാണെങ്കിൽ 10 ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ ഇൻഡിക്കേറ്റർ റൈറ്റ് ഷോൾഡറിന് വരുന്ന മെഡിസിൻ കൊടുത്താൽ അത് ഓക്കെ ആവും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ആ പേഷ്യന്റിന് ലൈഫ് സിറ്റുവേഷൻ ഒരു ബർഡൻഡ് ലൈഫ് സിറ്റുവേഷനിലാണ്. ആരിൽ നിന്നോ വലിയ ബർഡൻസ് ആ രോഗിക്ക് ഉണ്ട്. അത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഫീമെയിൽ സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ വരുമ്പോൾ മെയിൽ
അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് സൈഡിൽ നിന്നുമുള്ള ഒരു ബർഡൻഡ് ലൈഫ് സിറ്റുവേഷനിലാണ് ആ പേഷ്യന്റ് കടന്നു പോകുന്നത്. അത് ആ പേഷ്യന്റ് അവയർനെസ്സിലോട്ട് പറഞ്ഞു കൊടുക്കുകയും അത് അവസ്ഥ മനസ്സിലാക്കി അതിൽ നിന്ന് ബോധപൂർവമായ ഒരു മാറ്റം ആ രോഗി ശ്രമിക്കുകയും കൂടെ ചെയ്യുന്നു. ഏതോ ഒരു അവസ്ഥയിൽ പെട്ടിട്ട് ഒരു ബർഡൻഡ് ഫീലിംഗ് ആണ് ആ പേഷ്യന്റിന് ഇപ്പോൾ ലൈഫ് സിറ്റുവേഷനിലുള്ളത്. അത് ശ്രമത്തിലൂടെ മാറ്റാൻ ശ്രമിക്കുന്നത്. അത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ മെയിൽ അല്ലെങ്കിൽ അതോറിറ്റീവ് ഫിഗറിൽ നിന്നാണ് ആ ബർഡൻ സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിഫിലിനും 10 ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ സാങ്ക്വിനറിയ കൊടുത്താൽ കറക്റ്റ് സിഫിലിനം കൊണ്ട് തന്നെ കുറഞ്ഞോളും. സാങ്ക്വിനറിയ പിന്നെ കൊടുത്താൽ അതിന്റെ കറക്റ്റ് ആക്ഷനും കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇതെല്ലാം മനസ്സിൽ വെച്ച് ട്രൈ ചെയ്യാം. എന്നിട്ട് ഞാൻ ഐ വിൽ ഇൻഫോം യു. 100% it will be working. ഓക്കെ, താങ്ക് യു സോ മച്ച് കുറുപ്പ് സാർ. താങ്ക് യു. നന്ദി. ലതാ ഡോക്ടറെ വിളിക്കാം, ലതാ മനോഹരൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ സ്ഥിരം ഇത് കാണുന്നവരാ. ഡോക്ടർ ലതാ മനോഹരൻ ഡോക്ടറെ. നന്ദി മനോജ് ഡോക്ടറെ. നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വിഷയം വളരെ പ്രസക്തമായ ഒരു സമയമാണിത്. കാര്യം IFPH വന്നിട്ട് എല്ലാവർക്കും എന്തൊക്കെ പ്രയോജനം ഉണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മാസം കണ്ടേ ആയുള്ളൂ ഞാൻ ഇതിനകത്ത് വന്നിട്ട്. പക്ഷെ ഈ 5 മാസം കൊണ്ട് എനിക്ക് എൻ്റെ നോളജ് ലെവല് വളരെ വാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ മെഡിസിനെ പറ്റി ഒരു ആവശ്യം വരുമ്പോൾ, കേസ് വരുമ്പോൾ എടുത്ത് പഠിക്കുന്ന അല്ലാതെ പുസ്തകം അങ്ങനെ എടുത്തു വെച്ച് പഠിക്കലില്ല. പിന്നെ ഓർഗനവും പഠിക്കലില്ല. പക്ഷേ ഈ IFPH വന്നതിന് ശേഷം ഓർഗനോന്റെ ക്ലാസ് വരുന്നു, പിന്നെ മെഡിസിനെ പറ്റി എല്ലാവരും പറയുന്നു. അപ്പം നമ്മളത് ഓരോ പോയിന്റ് കിട്ടുമ്പോൾ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വെച്ച് ആലോചിക്കുമ്പോൾ പിന്നെ അത് കൂടുതൽ പഠിക്കുന്നു. അത് ഒത്തിരി പ്രയോജനം ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ പ്രയോജനം ചെയ്തു. ഞാൻ എൻ്റെ കുറച്ച് നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ അവരോട് പറഞ്ഞിട്ട് അവർ ഇവിടെ കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ IFPH മാറിയിട്ടുണ്ട്. അത് ഒരു മെഡിസിൻ ലെവൽ മാത്രമല്ല, ഇത് ജനങ്ങളിലോട്ട് എത്തിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമുള്ള ഒരു വലിയ ടീം ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എന്നുള്ളതാണ് ഈ IFPHന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. കാര്യം ഇത് ജനങ്ങളിലോട്ട് എത്തണം, അത് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടണം, അതേപോലെ ഡോക്ടർമാരെ എക്സൽ ആകണം എന്നുള്ള ഒരു മോട്ടീവ് വെച്ചുകൊണ്ടാണ് ഈ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതേ ഉള്ളൂ, നമ്മൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അറിയുന്നില്ല. പക്ഷെ എത്രയോ ഡോക്ടർമാർ വ്യാപകമില്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ ടൈമാണ് ഇതിനു വേണ്ടി ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരവും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടും ഈ ലോകത്തിന് വേണ്ടിയിട്ടും രോഗം കൊണ്ട് സഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും എല്ലാം വലിയ ഒരു വാസ്റ്റായിട്ടുള്ള ഒരു അംബീഷൻ വെച്ചുകൊണ്ട് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഒരു മനസ്സ് ഏറ്റവും വലിയ നിലയിലെത്താനും അതേപോലെ ജനങ്ങൾക്ക് അതിനെപ്പറ്റി അവയർനെസ് കൊടുക്കാനും എല്ലാം, പിന്നെ പൊതുവായുള്ള കാര്യങ്ങളിലും IFPH വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കവിതയുടെ കാര്യത്തിലാണെങ്കിൽ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്ത പിന്നെ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ഓർമ്മ ദിവസങ്ങളും അങ്ങനെ എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ സമ്പൂർണമായി വേറെ ഒരു സംഘടന ഹോമിയോപ്പതിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും വാസ്റ്റായിട്ടുള്ള അംബീഷൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടും വരുന്ന തലമുറയിലുള്ള ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടും പിന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടും. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ഇപ്പോൾ ഒരു കോഴിക്കാണെങ്കിൽ കോഴി രോഗം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഉടനെ ഇടപെടുകയാണ്. ഉടനെ പത്രസമ്മേളനം വിളിച്ചു അതിന് നമുക്ക് മരുന്നുണ്ട് എന്ന് എല്ലാവരോടും പറയാണ്. അപ്പോൾ അത് മൃഗഡോക്ടർമാർക്കും അത് പ്രയോജനപ്പെടുന്നുണ്ട്, അതേപോലെ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എനിക്ക് പേഴ്സണലായിട്ടും എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതേപോലെ പങ്കെടുക്കുന്ന എല്ലാവർക്കും പൊതുജനങ്ങൾക്കും എല്ലാം വളരെ പ്രയോജനമാണ്. ഈ ടീമിന് എല്ലാവിധ ആശംസകളും.
എല്ലാം നിങ്ങളുടെ എല്ലാ ശക്തി ഇതുപോലെ നന്നായിട്ട് പോകട്ടെ. പിന്നെ ക്ലാസ് എടുക്കുന്നവരെല്ലാം വളരെ കഴിവുള്ള ഡോക്ടർമാരാണ്. നമുക്ക് ക്ലാസ്സിന് 3 ഭാഷയിൽ കിട്ടുകയാണ്. അതൊരു വലിയ നേട്ടമാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും കാണുകയില്ല ഇത്രയും 3 ഭാഷയിൽ ഒരേ ടീം വർക്ക് കൊണ്ട് ഇത്രയും നല്ല ക്ലാസ് വാസ്റ്റായിട്ട് നടത്താൻ പറ്റുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. എല്ലാവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും എല്ലാം അറിയിക്കുന്നു. ഡോക്ടറെ കൺഗ്രാജുലേഷൻസ്. കട്ടമാനിയ പേഷ്യന്റ് അത് വളരെ കുറവുണ്ട് ഡോക്ടറെ. പിന്നെ കുറച്ചൊന്ന് വന്നിട്ട് ഇടയ്ക്ക് ഒരു ചെറിയ ഇത് വന്നു. ഒരു ചെറിയ ഒരു കള്ളത്തരം കാണിച്ചെന്ന് വന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡോക്ടർ? ഏത് പൊട്ടൻസി കൊടുത്തേ? നമ്മള് 10 ആണ് ഒരു ഡോസ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 50 ഒന്ന് കൊടുത്തു നോക്കാം. എന്നിട്ട് എന്നെ ഒന്ന് ഒരു പ്രാവശ്യം വിളിക്കണോന്ന് പറഞ്ഞു, വിളിച്ചില്ല. ഞാനത് കോൺസ്റ്റന്റ് ആയിട്ട് അത് വാച്ച് ചെയ്തോണ്ടിരിക്കുക. ആണല്ലേ ഡോക്ടറെ? ഞാനും അത് ഇടയ്ക്ക് വീണ് ഇച്ചിരി ചെറിയൊരു വീണ് വന്ന്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇതിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അത് ഞാൻ വിളിക്കാം ഡോക്ടറെ, വിളിക്കാം. താങ്ക് യു ഡോക്ടറെ, ഞാൻ വിളിച്ചോളാം. രാജീവ് ഡോക്ടർ എന്തോ പറയാൻ വന്നിരുന്നു. ഇല്ല, നേരത്തെ വിളിച്ചതാണത്. ശരി, നന്ദി, നമസ്കാരം. ഇതാണ് ശ്രീധര പ്രസാദിന്റെ മിടുക്ക്, മെറിറ്റ്. മനസ്സിലായില്ലേ? ആ റപ്പർട്ടി നോക്കി അവിടെ തന്നെ പേജ് പറയുന്നു, ഇന്നെ വിളിച്ചെന്ന് പറയുന്നു, ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു. 75-ാം വയസ്സിലും ഇത് ചെയ്ത് സാറിനെ കുറിച്ചൊന്നും പറയാനില്ല. പുതിയ ഡോക്ടറെ സംസാരിക്കാമോ? ഞാൻ വളരെ ഇന്നത്തെ ഡിസ്കഷൻ ഏതായാലും വളരെ നന്നായി. കാരണം ഇത് നമ്മൾ സ്വയം അഭിനന്ദിക്കുന്നതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രയോജനവും ആത്മവിശ്വാസവും നമ്മൾ ചെയ്യുന്ന പ്രയോജനങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ ഉപകരിക്കുന്നതാണ്. ഏറ്റവും നമുക്ക് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് കൊണ്ട് ലോകത്തിലെ ഹോമിയോപ്പതിയുടെ ആത്മാർത്ഥതയുടെ ഓഫ് ഡോക്ടേഴ്സിനെയും സപ്പോർട്ടേഴ്സിനെയും നമുക്ക് ഇതിന്റെ പിന്നിൽ ഉപകാരം. അതൊന്ന്. പിന്നെ ഈ ഇപ്പൊ കേരളത്തിലെ ഡോക്ടേഴ്സ് തുടങ്ങി എന്നുള്ളത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലീസ്റ്റ് പ്രയോജനം കിട്ടിയിരിക്കുന്ന കേരളത്തിലാണ്. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിലാണ് IUPH കൊണ്ട് ഏറ്റവും പ്രയോജനം കിട്ടിയിരിക്കുന്നതെന്ന് അതുമായിട്ട് അടുത്തിടപഴകുന്ന എന്നെ പോലെയുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. എത്രയോ രാജ്യങ്ങളിൽ അടച്ചുപൂട്ടിപ്പോയ ഫാർമസികൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന്, അവരെ ഊർജ്ജസ്വലരാക്കുന്നതിന് IUPH സാധിച്ചിട്ടുണ്ട്. ഇനി കോവിഡ് വന്നതോടുകൂടി ഇനി ഹോമിയോപ്പതിക്കൊന്നും ഒരു സ്കോപ്പും ഇല്ല എന്ന് നിരാശപ്പെട്ട് അടച്ചുപൂട്ടി വീട്ടിലിരുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റ് പൂർവാധികം ശക്തിയോടെ അറിവ് നേടാനും അത് വിപ്ലവകരമായ പ്രാക്ടീസിലോട്ടും കോഴ്സ് തുടങ്ങുന്നതിനും യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് തുടങ്ങുന്നതിനൊക്കെ ഉൾപ്പെടെ വീണ്ടും ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് വീണ്ടും മുന്നിട്ടിറങ്ങാൻ IUPH കാരണമായിട്ടുണ്ട്. പിന്നെ കേരളത്തില് ചില സങ്കുചിത താല്പര്യക്കാര് അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെറിയ കുശുമ്പും കുന്നായ്മയൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ മനോജ് ഡോക്ടർ, ധനേഷ് ഡോക്ടറെ പോലെയുള്ളവർ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ മറ്റു പല ഫീൽഡിലുള്ളവരെയും നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്ന് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന സപ്പോർട്ടിംഗ് മെക്കാനിസം വളർത്താനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നുള്ളതും ഏറ്റവും പ്രയോജനപ്രദമായ ഒരു അവസ്ഥയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ സ്പെഷ്യൽ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ നാലാതുറയിലുള്ളവരെ നമ്മുടെ പ്രോഗ്രാമിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് ചെറിയ കാര്യമല്ല. അത് ഭാവിയിലോട്ട് ഹോമിയോപ്പതിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്യാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അവര് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അത് സമൂഹത്തിന്റെ തുറയിലുള്ളവര്, ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ളവര്, അത് വലിയൊരു സംഭവം. നമുക്ക് അറിയാതെ വീണ് കിട്ടിയിരിക്കുന്ന ഒരു ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവർ അസൂയ കൊണ്ട് നമ്മളെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അറിയാതെ വന്ന് കൈ കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. എന്തുകൊണ്ടും നമ്മുടെ ഈ പ്രസ്ഥാനം മനുഷ്യരാശിക്ക് ഗുണം തന്നെ ചെയ്യുക തന്നെ ചെയ്യും. ആ ഗുണം ലോകത്തിന് നമ്മുടെ ലതാ മനോഹരൻ ഡോക്ടർ പറഞ്ഞ ആബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്, പെർഫെക്റ്റ്ലി റൈറ്റ് ആണ് മാഡം പറഞ്ഞത്. അപ്പോ അത് ആ മാഡത്തിന് ഇത് 5 മാസം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അപ്പൊ നമ്മൾ ഒരു ക്രീം ഓഫ് ഡോക്ടേഴ്സ് ഇൻ ദ വേൾഡ് ആണ് IUPH മാത്രമല്ല മറ്റ് പല സംഘടനകൾ, ഉദാഹരണത്തിന് LMHI ഉൾപ്പെടെയുള്ളവര് നമ്മളെ അസൂയയോടെ കാണാനും നമുക്കെതിരെ പ്രവർത്തിക്കാനും വരെ ഇന്റർനാഷണൽ തലത്തിൽ അവർ മുന്നിട്ടിറങ്ങുന്നുണ്ടെന്നുള്ളത്
എന്തുമാത്രം നമ്മുടെ പ്രസക്തി അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നിസ്സംശയം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് നമ്മളെ കൊണ്ട് ലീസ്റ്റ് പരിചയം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നത് അതിമനോഹരമായ ഒരു മനുഷ്യധർമ്മമാണ്. നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പ്രസ്ഥാനത്തെ ഏറ്റവും സമർപ്പിതമായി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ജീവിതകാലത്ത് ഹോമിയോപ്പതിക്കും മനുഷ്യരാശിക്കും ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരവും നന്മയുമാണ്. നമ്മുടെ ജീവിതം അത് പ്രകൃതി നമുക്കതിനുള്ള അനുഗ്രഹം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം തരുമെന്ന് 100%. അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. മായാദാസൻ ഡോക്ടറെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ഡോക്ടർ മായാദാസൻ. ഡോക്ടറെ സംസാരിക്കാമോ? ഡോക്ടറെ സംസാരിക്കാമോ? ഡോക്ടറെ, പറയൂ ഡോക്ടറെ. ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അതെ, അതാ വിളിച്ചത്. ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ പാസ്സായത് 70-ലാണ്. പിന്നെ പ്രാക്ടീസൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴത്തേക്കെന്ന് പറയുന്നത് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ കേൾക്കാത്തതോ ആയ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ നല്ലപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് വളരെ ഉപയോഗവും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് പിന്നെ ഞാൻ വരുന്നില്ലെങ്കിൽ ഞാൻ മിക്കവാറും എല്ലാ ക്ലാസ്സും ഇത് തുടങ്ങിയ കാലം പോലെ IFPH തുടങ്ങിയ അന്ന് പോലെ കേൾക്കുന്നതാണ്. മനോജ് ഡോക്ടർക്ക് എന്നെ അറിയാം. എനിക്ക് ഈ ക്ലാസ്സിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. ഇത്രേ പറയാനുള്ളത്. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. അതായത് ഒരു വ്രതം പോലെ ഡോക്ടർ കൃത്യമായിട്ട് എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്. അത് ഒരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. അടുത്ത കൃത്യമായിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യുന്നുള്ളത് വലിയ ഉപകാരം ഡോക്ടറെ പ്രതികരണത്തിന്. നമുക്ക് ഏലിയാമ്മ ഡോക്ടറെ വിളിച്ചിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം എന്നല്ലേ? മറിയാം അല്ലേ? ഏലിയാമ്മ ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ മുമ്പേ സ്ഥിരമായിട്ട് കയറുന്ന ഒരാളാണ് ഡോക്ടർ ഏലിയാമ്മ ജോർജ്. ഇവിടെ അൺമ്യൂട്ട് ചെയ്യാമോ? ഓൺ ആയിട്ടുള്ള മൈക്ക് അൺമ്യൂട്ട് ആക്കി ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ പ്രാക്ടീസ് ചുരുക്കത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാ വാസ്തവം. പിന്നെ എനിക്കുള്ള ഇൻട്രസ്റ്റ് ഇത് കേൾക്കുക, ഇതിനെ പറ്റി പറയുക എന്നുള്ള. പിന്നെ വളരെ ചുരുക്കം പ്രാക്ടീസേ ഉള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ IFPH വന്നു കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു കേസ് ഞാൻ പറയാം. അതായത് എൻ്റെ ഗ്രാൻഡ് സൈഡ് ഒരു കുഞ്ഞത് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായൊരു കൊച്ച. ലേറ്റ് ഇൻ ദ സെൻസ് അമ്മയ്ക്ക് 43 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടായൊരു കൊച്ച. അപ്പോഴത്തേക്കും അത് വേണം വേണ്ട എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ആര് പറഞ്ഞോ എങ്ങനെ പറഞ്ഞോ ആ കൊച്ചു ജീവിച്ചു. അപ്പം എന്നിട്ട് ഈ കൊച്ചുണ്ടായപ്പോൾ ഉണ്ടാകുമ്പോൾ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ പിന്നെ ഒരുപാട് പ്രൊട്ടക്ഷൻ എല്ലാം കൊടുത്ത് വളർത്തി. കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് ഡോക്ടറെ, പറഞ്ഞോളൂ. ഔട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, ഡോക്ടർ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു വലിയൊരു കാര്യമുള്ളത് ഈ പൊതുജനാരോഗ്യ ബില്ലിനെ കുറിച്ച് ഇത്രയും ഒരു ഇത് വന്നത് നമ്മുടെ IFPH വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ ആരും അറിയാതെ ഇരുന്നൊരു കാര്യം അന്ന് അത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഷാജി കുടിയാർ ഡോക്ടറും ദേവൻ ഡോക്ടർ അങ്ങനെ എല്ലാവരും അതിന് മുൻകൈ എടുത്തു. അത് അങ്ങനെയാണ് പിന്നീട് നമ്മളെ കേരളത്തിലുള്ള ഡോക്ടർമാരെല്ലാം
അതിലേക്ക് താല്പര്യത്തോടെ വരികയും ഇത്രയും അറിഞ്ഞത് പോലും അറിഞ്ഞത് പിന്നെ ഡോക്ടർ അതെ പ്രതികരിക്കാൻ ഇടയായതും എല്ലാം നമ്മുടെ IFPH വഴിയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ പല പല കാര്യങ്ങളിലും IFPH മുൻകൈ എടുത്താണ് മറ്റു ഡോക്ടർമാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഒരു നല്ല ചർച്ചയാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് സമയം പോരായിരുന്നു. ഇനി പറയുന്ന ബാക്കി ഒത്തിരിയും പേർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഇനി വീണ്ടും ആഴ്ചകൾ തുറന്ന് നടത്തും എന്ന് നമ്മൾ വിശ്വസിക്കാം. എന്തായാലും ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ധനേഷ് ഡോക്ടർ, മനോജ് ഡോക്ടർ, ഷഫീഖ് ഡോക്ടർ, വേണുഗോപാൽ ഡോക്ടർ, ശ്രീധരക്കുറുപ്പ് ഡോക്ടർ, ശോഭന രാമവർമ്മ ഡോക്ടർ, ഷാജി ഡോക്ടർ, മായാദാസൻ കുട്ടി ഡോക്ടർ, ലതാ മനോഹരൻ ഡോക്ടർ, ഷാജി കുര്യൻ ഡോക്ടർ, ഏലിയാമ്മ ജോർജ് ഡോക്ടർ, അങ്ങനെ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ ചർച്ച വളരെ വിജയകരമായി തീർന്നു. അങ്ങനെ നമ്മുടെ 1641 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സൂം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.